സ്നേഹരാഗം ഭാഗം 11. അവൻ വേഗം അവളിൽ നിന്നും പിന്തിരിഞ്ഞു നിന്ന് വേഷം മാറാൻ തുടങ്ങി. വിളിച്ചത് ഗേൾഫ്രണ്ടാണോ അതോ ബോയ്ഫ്രണ്ടാണോ? നന്ദന വീണ്ടും ചോദിച്ചു. ബോയ്ഫ്രണ്ട്. എന്തേ അങ്ങനെ ചോദിക്കാൻ? മുഖത്ത് പ്രസന്നത വരുത്തി അവൻ പറഞ്ഞു. ഏയ് ഒന്നുമില്ല, അർജുനേട്ടൻ പോയി വാ. നേരെ ബോയ്ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണോ? എന്താ ആളുടെ പേര്? അവളുടെ സ്വരത്തിൽ പരിഹാസം തെളിഞ്ഞു നിൽപ്പുണ്ട് എന്നവന് തോന്നി. കിരൺ എന്നാണ് അവൻ്റെ പേര്, അർജുൻ തപ്പിത്തടഞ്ഞു പറഞ്ഞു. അല്ല, ഇന്നലെ രാത്രി വേറെ എന്തോ പറയുന്നത് പോലെ തോന്നി. എപ്പോൾ കേട്ടുന്നാ നീ ഈ പറയുന്നത്? അവൻ ആലോചനയോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, എനിക്ക് തോന്നിയതാവും, അവളും പറഞ്ഞു നിർത്തി. എനിക്കൊരു കോഫി കിട്ടിയാൽ കൊള്ളാമായിരുന്നു, അവളെ ഒഴിവാക്കുന്ന മട്ടിൽ അവൻ പറഞ്ഞു. ഇപ്പോൾ എടുക്കാം. അവൾ വാഷ്റൂമിൽ പോയ ശേഷം മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ അവൻ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ബെഡിൽ ഇരുന്നു. അവൾ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ ഒരുപാട് ചിന്തിച്ചുകൂട്ടി. അർജുൻ തന്നിൽ നിന്നും എന്തൊക്കെയോ മറക്കുന്നുണ്ട് എന്നും അവന് വേറെ എന്തൊക്കെയോ ചുറ്റിക്കളികൾ ഉണ്ടെന്നും അവൾക്ക് തോന്നി. നന്ദന കോഫിയുമായി വന്നപ്പോൾ അർജുൻ മുറിയിൽ നിന്നും ബാഗുമെടുത്ത് പുറത്തു കടക്കാനൊരുങ്ങി. അവളെ കണ്ടതും അവൻ ബാഗ് അവിടെ തന്നെ വെച്ചുകൊണ്ട് കോഫി വാങ്ങി കുടിക്കാൻ തുടങ്ങി. അവൻ അവളുടെ മുഖത്ത് ശ്രദ്ധിക്കുന്നേയില്ലായിരുന്നു. നന്ദു എപ്പോഴാ വീട്ടിലേക്ക് പോകുന്നത്? അവൻ ചോദിച്ചു. വൈകുന്നേരം പോകാമെന്ന് വിചാരിക്കുന്നു, അവൾ മറുപടി പറഞ്ഞു. വീട്ടിലെല്ലാവരോടും എൻ്റെ അന്വേഷണം പറഞ്ഞേക്കൂ. കോഫി കുടിച്ച് കപ്പ് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് അർജുൻ പറഞ്ഞു. അവിടെ ചെന്ന് പാർട്ടിയെല്ലാം കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ ഫോൺ നീതുമോൾക്കും അമ്മയ്ക്കും കൊടുക്കാം. അവൻ എന്ത് പറയുമെന്ന് നോക്കാനെന്ന പോലെ അവൾ പറഞ്ഞു. അത് പാർട്ടിയൊക്കെ എപ്പോൾ തീരുമെന്ന് പറയാൻ പറ്റില്ല. അന്വേഷണം നേരിട്ട് പറഞ്ഞാൽ മതി, ഞാൻ സമയം പോലെ വിളിക്കാം. അതും പറഞ്ഞ് അയാൾ ബാഗുമെടുത്ത് ധൃതിയിൽ പുറത്തു കടന്നപ്പോൾ അവളും പുറകെ പോയി. ആരും എഴുന്നേറ്റില്ലേ? ഹാളിൽ ആരെയും കാണാഞ്ഞപ്പോൾ അർജുൻ ചോദിച്ചു. 6 മണിയാകുന്നല്ലേയുള്ളൂ, അച്ഛൻ ചിലപ്പോൾ എണീറ്റിട്ടുണ്ടാവും, വിളിക്കണോ? അവൾ ചോദിച്ചു. വേണ്ട, ഉറങ്ങുകയാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ഉണരുമ്പോൾ നീ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അവൻ പോകാൻ ധൃതി കാണിച്ചു. അർജുൻ വീട്ടിൽ നിന്നും ഇറങ്ങി കൺമുന്നിൽ നിന്നും മറയുന്നതുവരെ നന്ദന അവിടെ ആ നിൽപ്പ് നിന്നു. അവൾക്ക് ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉയർന്നു വന്നു. താൻ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല അർജുൻ എന്നവൾക്ക് തോന്നി. നേരെ റൂമിൽ പോയി കുളിയെല്ലാം കഴിഞ്ഞ ശേഷം നന്ദന അടുക്കളയിലേക്ക് വന്നു. പുട്ടിന് പൊടി നനച്ചു വെച്ച് തേങ്ങ പൊതിക്കാനായി അവൾ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി. തിരികെ അടുക്കളയിലെത്തിയപ്പോൾ പ്രഭാവതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ പാത്രങ്ങളെല്ലാം തുറന്നു നോക്കുമ്പോഴാണ് അവൾ അവിടേക്ക് വന്നത്. അർജുനുള്ളതല്ലേ, എന്നിട്ടാണോ പുട്ടുണ്ടാക്കുന്നത്? അവന് അത് അത്ര ഇഷ്ടമില്ലെന്ന് അറിഞ്ഞുകൂടെ? അനിഷ്ടത്തോടെ പ്രഭാവതി ചോദിച്ചു. അതിന് അർജുനേട്ടൻ പോയല്ലോ അമ്മേ, അവൾ പറഞ്ഞപ്പോൾ. എങ്ങോട്ട് പോയി എന്ന് പ്രഭാവതി ചോദിച്ചു. തിരിച്ചുപോയി. അവളുടെ മറുപടി അവർക്ക് മനസ്സിലായില്ല. തിരിച്ചു പോയെന്നോ? അവിശ്വസനീയതയുടെ സ്വരത്തിൽ പ്രഭാവതി ചോദിച്ചു. ഇന്നലെ രാത്രി ഏതോ ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു, കിരൺ എന്നാണ് പറഞ്ഞത്. എന്തോ പാർട്ടിയുണ്ടത്രേ, അതാ പെട്ടെന്ന് പോകുന്നത് എന്നാ അർജുനേട്ടൻ പറഞ്ഞത്, അവൾ പറഞ്ഞു. കിരണോ? ആ പേരിൽ അവന് സുഹൃത്തുണ്ടോ? പ്രഭാവതി ചോദിച്ചു. ഉണ്ടായിരിക്കും. എറണാകുളത്ത് അർജുനേട്ടന് ആരൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാകുമെന്ന് നമുക്കറിയില്ലല്ലോ അമ്മേ. അമ്മ അരി അളന്ന് വെച്ചതിൽ അർജുനേട്ടന് അരിയുണ്ടെങ്കിൽ അത് തിരിച്ചെടുത്തോളൂ. ഞാനിന്ന് ഉച്ചയാകുമ്പോഴേക്കും വീട്ടിലേക്ക് പോകും. ഇനി അടുത്തയാഴ്ചയേ വരൂ. അവൾ പറഞ്ഞു നിർത്തിയതും അരി അളന്നു വെച്ച പാത്രം പ്രഭാവതി ദേഷ്യത്തോടെ എടുത്തു. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും തന്നിഷ്ടമാണല്ലോ. അവന് തിരിച്ചു പോകുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അവൻ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു. എന്നോട് പറയാതെ എങ്ങും പോകില്ല. പാർട്ടിയുണ്ടെന്നും പറഞ്ഞ് അവനെ പറഞ്ഞയച്ചിരിക്കുന്നു. അതെങ്ങനെയാ? വീട്ടിൽ പോണമെന്ന ഒറ്റ വിചാരമല്ലേയുള്ളൂ. അതിനിടയിൽ ഭർത്താവ് വീട്ടിൽ നിന്ന് പോയാലെന്ത്, നിന്നാലെന്ത് എന്നും പറഞ്ഞ് പ്രഭാവതി കലിതുള്ളി സ്റ്റോർറൂമിലേക്ക് പോയി. അതിനൊന്നും മറുപടി പറയാൻ നിൽക്കാതെ വെട്ടുകത്തിയുമായി അവൾ നാളികേരം പൊട്ടിക്കാനായി പോയി. ഒറ്റവെട്ടിന് കയ്യിലിരുന്ന നാളികേരം 2 മുറിയായി. അവളുടെ ഉള്ളിലെ പക മുഴുവൻ ആ നാളികേരത്തിൽ തീർത്തു അവൾ. ആരോടെന്നില്ലാതെ ഒരു ദേഷ്യം അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് അവൾ മുറിയിലേക്ക് പോയി. അർജുൻ്റെയും അവളുടെയും കഴുകാനുള്ള തുണിയെല്ലാം എടുത്ത് അലക്കുകല്ലിനരികിലേക്ക് ചെന്നു. തുണിയെല്ലാം അലക്കിയിട്ട ശേഷം നന്ദന അടുക്കളയിലെത്തിയപ്പോൾ അവിടെ പൂജ നിൽപ്പുണ്ടായിരുന്നു. ഇവമോൾ എണീറ്റില്ലേ? നന്ദന തിരക്കി. ഇല്ല ഏട്ടത്തി, നല്ല ഉറക്കത്തിലാണ്. ഏട്ടൻ പോയില്ലേ? അവൾ ചോദിച്ചു. ഉവ്വ്, നന്ദന പറഞ്ഞു. ഏട്ടത്തി ഇന്ന് വീട്ടിൽ പോകുന്നുണ്ടോ? നന്ദന വീണ്ടും ചോദിച്ചു. ഉവ്വ്, പോകുന്നുണ്ട്, നന്ദന മറുപടിയും കൊടുത്തു.
നല്ല വിശപ്പുണ്ട്, ഞാൻ ചായ കുടിക്കാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് അവൾ 2 കഷ്ണം പുട്ടും പഴവും എടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചു. ഇവമോൾക്കുള്ള പാലെടുത്ത് പൂജ ഒരു നിമിഷം അവിടെ നിന്നു. നന്ദന തനിക്കുള്ള ചായ ഗ്ലാസ്സിലേക്ക് പകർത്തി ബാക്കി അവൾ മൂടി വെച്ചു. ഏട്ടത്തി, പൂജ പതുക്കെ വിളിച്ചു. എന്തേ? അവൾ വിളി കേട്ടു. ഏട്ടത്തി പോയിട്ട് ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരൂ അല്ലേ? പൂജ വീണ്ടും ചോദിച്ചു. അതിന് നന്ദന മറുചോദ്യം ചോദിക്കുകയാണ് ചെയ്തത്. അമ്മയ്ക്ക് ഏട്ടത്തിയെ വലിയ കാര്യമാണ്, കുറച്ച് വാശിയും ദേഷ്യവും ഉണ്ട് എന്നേ ഉള്ളൂ. അമ്മ പാവമാ. പ്രഭാവതിയെ ന്യായീകരിക്കും പോലെ പൂജ പറഞ്ഞു. 4 വർഷമായില്ലേ പൂജെ ഞാൻ വന്നിട്ട്. ഈ വീട്ടിലെ എല്ലാവരെയും എനിക്കറിയാം. എല്ലാവർക്കും എന്നെ എത്രത്തോളം കാര്യമാണ് എന്നും എനിക്കറിയാം. നീ പറയാതെ തന്നെ ഇക്കാര്യം എനിക്കറിയാം. എങ്ങും തൊടാതെ നന്ദന മറുപടി നൽകി. അല്ല, നിനക്കിപ്പോൾ എന്താ ഇങ്ങനെ പറയാൻ ഒരു തോന്നൽ? നന്ദന അവളോടായി ചോദിച്ചു. കല്യാണം കഴിഞ്ഞ് അധികനാൾ ഏട്ടത്തി ഇവിടെ നിന്നും മാറി നിന്നിട്ടില്ലല്ലോ. ഏട്ടത്തി പോയാൽ എല്ലാവർക്കും വിഷമമാകും. പൂജ എല്ലാവരെയും ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു. ഇടയ്ക്ക് രാകേഷിൻ്റെ വീട്ടിലേക്കൊന്ന് പോയി അവരെയും കൂടെ നിനക്ക് പരിഗണിച്ചുകൂടെ? പുഞ്ചിരിയോടെയാണ് നന്ദന ചോദിച്ചെങ്കിലും ചോദ്യം കേട്ടപ്പോൾ പൂജയുടെ മുഖം മങ്ങി. ഞാനങ്ങോട്ട് ചെല്ലട്ടെ ഏട്ടത്തി? ഇവമോൾ എണീറ്റിട്ടുണ്ടാവും എന്നും പറഞ്ഞ് പൂജ പതിയെ പിൻവാങ്ങിയപ്പോൾ നന്ദന അറിയാതെ ചിരിച്ചുപോയി. കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം നന്ദന എടുത്തു വെച്ചു. താൻ വീട്ടിൽ പോകുന്നുവെന്ന കാര്യം അവളിൽ സന്തോഷം നൽകിയിരുന്നു. അലമാര തുറന്ന് ചുവപ്പിൽ വെള്ളപ്പൂക്കളുള്ള ഒരു ചുരിദാറെടുത്ത് പുറത്തേക്ക് വെച്ചു. വേഷം മാറി ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ വീട്ടിലെ എല്ലാവരും ഹാളിൽ തന്നെയുണ്ടായിരുന്നു. ഞാൻ പോയി വരാം എല്ലാവരോടുമായി അവൾ യാത്ര പറഞ്ഞു. ശ്രദ്ധിച്ചു പോകണം, ചന്ദ്രൻ സോഫയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അമ്മായി പോയി വരാം ട്ടോ. ഇവമോളുടെ കവിളിൽ ഒരു മുത്തം കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. അതോടെ ഇവമോളും ഒരു മുത്തം തിരികെ നൽകി. നന്ദന പുറത്തേക്കിറങ്ങിയപ്പോൾ കൂടെ ചന്ദ്രനും മുറ്റത്ത് വന്നു നിന്നു. എത്തിയാൽ ഉടനെ വിളിക്കണം. നോക്കി പോകണം മോളെ, സ്പീഡിൽ പോവണ്ട. ക്ലാസ്സിന് പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഗൗരവവും വാത്സല്യവും നിറഞ്ഞ ശബ്ദത്തിൽ ചന്ദ്രൻ പറഞ്ഞു. സ്നേഹം കൊണ്ടുള്ള ആ നിർദ്ദേശം അവളിൽ അലോസരം സൃഷ്ടിച്ചില്ല. വിളിക്കാമച്ചാ, അവൾ ഭവ്യതയോടെ പറഞ്ഞു. ഇന്ന് മാത്രമല്ല, തിരികെ വരുന്നത് വരെ ദിവസവും വിളിക്കണം. ഇനി നീ വിളിക്കാൻ മറന്നുപോയാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അയാൾ ചെറുചിരിയോടെ പറഞ്ഞു. ഞാൻ മറക്കാതെ വിളിച്ചോളാം അച്ഛാ, അവൾ പറഞ്ഞുകൊണ്ട് സിറ്റൗട്ടിലേക്ക് നോക്കിയപ്പോൾ അവിടെ പൂജ നിൽപ്പുണ്ട്. എന്നാൽ പ്രഭാവതി ഹാളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. പോയിട്ട് വരാം അവളോടായി പറഞ്ഞ് നന്ദന സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഗേറ്റ് കടന്ന് മുന്നോട്ട് നീങ്ങി. റോഡരികിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ മനസ്സ് കലുഷിതമായിരുന്നു. അത് അർജുൻ്റെ പ്രവൃത്തികളെ ആലോചിച്ചായിരുന്നു. അതുപോലെ ഒരു ഭാഗത്ത് സന്തോഷവുമുണ്ട്, വീട്ടിലേക്ക് പോകുകയാണല്ലോ എന്നോർത്ത്. വീട്ടിലേക്കിനി അധികം ദൂരമില്ല. മെയിൻ റോഡിൽ നിന്നും പോക്കറ്റ് റോഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പരിചിതമായ മുഖങ്ങൾ കണ്ടപ്പോൾ അവളിൽ മനോഹരമായ പുഞ്ചിരി വിടർന്നു. വീട്ടിലേക്ക് എത്താറാകുമ്പോൾ ഉള്ള വളവ് തിരിയും മുമ്പേ നന്ദന ഹോൺ മുഴക്കിയെങ്കിലും വേറെ ഹോൺ ഒന്നും തിരികെ അവളെ തേടിയെത്തിയില്ല. അവൾ തിരിഞ്ഞു ചെന്നത് ഒരു കാറിന് മുന്നിലേക്കായിരുന്നു. ബ്രേക്ക് പിടിച്ചെങ്കിലും കാറിൽ തട്ടി സ്കൂട്ടി മറിഞ്ഞു വീണു. നന്ദന സ്വയം എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ വേച്ചുപോയി. അവൾക്ക് എഴുന്നേൽക്കാനായില്ല. അപ്പോഴേക്കും കാറിൽ നിന്നും ദേവനും കൃഷ്ണനും കൂടി ഇറങ്ങി വന്നു. നന്ദു എന്നും വിളിച്ച് ദേവൻ അരികിൽ വന്നപ്പോൾ അവൾ മിഴിച്ചു നിന്നുപോയി. പതിയെ ദേവൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഭയം കൊണ്ട് അവളുടെ ശരീരം വിറകൊണ്ടു. താഴെ കിടന്നിരുന്ന സ്കൂട്ടി കൃഷ്ണൻ പതുക്കെ ഉയർത്തി സൈഡിലേക്കായി നീക്കിവെച്ചു. മോളെ, ഒന്നും പറ്റിയില്ലല്ലോ? കൃഷ്ണൻ തെല്ലാധിയോടെ ചോദിച്ചു. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ പോലും കഴിയാതെ അവൾ നിന്നു. നന്ദു. ദേവൻ അവളെ കുലുക്കി വിളിച്ചപ്പോൾ അവൾ ഞെട്ടലോടെയാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. തൻ്റെ ഭാഗത്താണോ അതോ അവരുടെ ഭാഗത്താണോ തെറ്റ് എന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. സോറി. ദേവൻ അവളുടെ മിഴികളിലേക്ക് നോക്കി പതർച്ചയോടെ പറഞ്ഞു. എന്തെങ്കിലും പറ്റിയോ? അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ ദേവൻ ചോദിച്ചു. ഇല്ലെന്ന് അവൾ പതിയെ തലയാട്ടി. ഞാൻ അച്ഛനോട് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് കണ്ടില്ല. സോറി നന്ദു. അവൻ വീണ്ടും തെറ്റ് ചെയ്തവനെപ്പോലെ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോണോ മോളെ? കൃഷ്ണൻ ചോദിച്ചു. വേണ്ട, കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. ഞങ്ങളൊരു പെണ്ണ് കാണാൻ ഇറങ്ങിയതാ മോളെ.
കൂടെ വരാൻ ഇവന് ഒട്ടും താല്പര്യമില്ല. ഞാനും ജാനുവും ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ആർക്കോ വേണ്ടിയെന്ന പോലെ എൻ്റെ കൂടെ വന്നതാണ്. അത് ഇങ്ങനെയുമായി, കൃഷ്ണൻ നിരാശയോടെ പറഞ്ഞു. അയ്യോ, ഞാൻ കാരണം നല്ലൊരു കാര്യത്തിന് തടസ്സമായില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, രണ്ടാളും പൊയ്ക്കോളൂ, അവൾ പറഞ്ഞു. നമുക്ക് അടുത്ത ആഴ്ച പോകാം അച്ഛാ, ഇന്നിനി വേണ്ട. ദേവൻ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് കൃഷ്ണനും തോന്നി. എന്നാൽ പോട്ടെ. അവർക്കിടയിൽ നിന്നും പോകാൻ മനസ്സിൽ വെമ്പൽ കൊണ്ടപ്പോൾ നന്ദന തിരക്കി. കുഴപ്പമൊന്നുമില്ലെങ്കിൽ മോള് ചെല്ല്. കൃഷ്ണൻ അവൾക്ക് പോകാനായി അനുവാദം നൽകി. അവൾ വീട്ടിലെത്തുമ്പോൾ അവളുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് നീതുമോൾ ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു. താൻ വരുന്ന കാര്യം നന്ദന അവളെ വിളിച്ചറിയിച്ചിരുന്നു. നന്ദനയുടെ വണ്ടി ഉമ്മറത്തെത്തിയതും നീതുമോൾ ഓടിച്ചെന്നു. സ്കൂട്ടി നിർത്തുന്നതിനിടയിൽ നന്ദന പുഞ്ചിരിച്ചുകൊണ്ട് ഇറങ്ങി. ഇതെന്തു പറ്റി? ചേച്ചിയുടെ ഡ്രസ്സിൽ നിറയെ അഴുക്ക് കണ്ട് അവളെ സൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് നീതു ചോദിച്ചു. ഒന്നുമില്ലടി, വരുന്ന വഴി വണ്ടി ഒന്ന് വീണു, അത്രയേ ഉള്ളൂ. അവൾ നിസ്സാരമായിയാണ് പറഞ്ഞതെങ്കിലും അനിത അത് കേട്ടാണ് അങ്ങോട്ട് വന്നത്. എവിടെയാ വീണത്? എന്തു പറ്റി? അനിത വെപ്രാളത്തോടെ ചോദിച്ചുകൊണ്ട് നന്ദനയുടെ അരികിലെത്തി. പേടിക്കാനൊന്നുമില്ല അമ്മേ, നമ്മുടെ ആ വളവിൽ വെച്ച് ദേവേട്ടൻ്റെ കാർ വന്ന് സ്കൂട്ടിയിൽ ഒന്ന് തട്ടി. അപ്പോൾ സ്കൂട്ടി ഒന്ന് ചെരിഞ്ഞു, അത്രയേ ഉള്ളൂ. ഞാനൊന്ന് വീണു, കാര്യമായിട്ട് ഒന്നും പറ്റിയില്ല. അവൾ വീണ്ടും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പറഞ്ഞു. നേരെ നോക്കി വണ്ടി ഓടിക്കണ്ടേ മോളെ, ശ്രദ്ധയില്ലാതെ ഓരോന്ന് വരുത്തി വെക്കരുത് എന്നും പറഞ്ഞ് അവളിൽ നിന്നും ബാഗും വാങ്ങി അനിത വീട്ടിലേക്ക് കയറി. അർജുനേട്ടൻ വന്നിട്ടെന്തേ വേഗം തിരിച്ചു പോയത് ചേച്ചി? നീതുമോൾ തിരക്കി. അത്യാവശ്യമായി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് ഫോൺ വന്നപ്പോൾ രാവിലെ തന്നെ പോയി. നന്ദന വേറെ പ്രത്യേകിച്ചൊന്നും പറയാതെ അകത്തേക്ക് കയറി. ആർക്കുമില്ലാത്ത അത്രയും തിരക്കാണല്ലോ അർജുനേട്ടന്. ബാങ്കിൽ ജോലി ചെയ്യുന്ന വേറെ ആരുമില്ലല്ലോ ഈ ലോകത്ത്. അവർക്കാർക്കും ഇത്ര തിരക്കുമില്ലല്ലോ, നീതുമോൾ പറഞ്ഞു. ഞാനെന്ത് ചെയ്യാനാ മോളെ? എന്തെങ്കിലും പറഞ്ഞാൽ അർജുനേട്ടൻ അവിടെ ജോലി ചെയ്യുമെന്ന് അറിഞ്ഞു തന്നെയാണല്ലോ വിവാഹം നടത്തിയേ എന്ന് ചോദിക്കും. നന്ദന പറയുന്നതെല്ലാം അനിത കേട്ടു നിൽപ്പുണ്ടായിരുന്നെങ്കിലും അവർ ഒന്നും പറയാൻ പോയില്ല. വേഷം മാറി നന്ദന പുറത്തു വന്നിരുന്ന് ചന്ദ്രൻ്റെ നമ്പറിൽ വിളിച്ചു. താൻ സുരക്ഷിതയായി എത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചു. വണ്ടി തട്ടി വീണ കാര്യമെന്നും അവരോട് പറഞ്ഞില്ല. അവൾ അകത്തു കയറി ബാഗിൽ നിന്നും ഡ്രസ്സുകൾ അലമാരയിലേക്ക് വയ്ക്കുമ്പോഴാണ് നീതുമോൾ കടന്നു വന്നത്. ഞാൻ സഹായിക്കണോ ചേച്ചി? അവൾ സ്നേഹത്തോടെ തിരക്കി. ഏയ്, അതിനു മാത്രം ഒന്നുമില്ല, നീ ഇവിടെ ഇരിക്ക്, നന്ദന പറഞ്ഞു. അർജുനേട്ടൻ പോകുമ്പോൾ ചേച്ചിയും കൂടെ വരുന്നുണ്ടെന്ന് പറയാമായിരുന്നില്ലേ ചേച്ചിക്ക്? നീതുമോൾ പറഞ്ഞു. എന്തു പറഞ്ഞാലും കൊണ്ടുപോകാൻ പറ്റിയ സാഹചര്യമല്ലെന്നാണ് പറയുന്നത്, നന്ദന നെടുവീർപ്പിട്ടു. പിന്നെ ഇനി എന്നാണാവോ സാഹചര്യമുണ്ടാവുക? നീതുമോൾ ഇത്തിരി ദേഷ്യത്തിൽ പറഞ്ഞു. എനിക്കറിയില്ല മോളെ. നിരാശയുടെ നിഴലുണ്ടായിരുന്നു അവളുടെ ശബ്ദത്തിൽ. വെറുതെ അവിടെ നിന്ന് ജീവിതം കളയണോ ചേച്ചി? എന്തിനാ സഹിച്ച് നീറി ഇങ്ങനെ കഴിയുന്നത്? നീതുമോളുടെ വെട്ടിത്തുറന്നുള്ള ചോദ്യം നന്ദനയിൽ ഞെട്ടലുണ്ടാക്കി. അവൾ നീതുവിനെ തന്നെ തുറിച്ചു നോക്കി.